കേരള PSC 27/12/2023 നടത്തിയ LGS പിയൂൺ, വാച്ച്മാൻ, സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 245/2023 ആണ്. ചോദ്യം 1. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ബി ആണ്, ചട്ടമ്പി സ്വാമികൾ. ചോദ്യം 2. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഉത്തരം സി ആണ്, പ്ലാനിംഗ് കമ്മീഷൻ. ചോദ്യം 3. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആര്? ഉത്തരം എ ആണ്, ബീഗം ഹസ്രത്ത് മഹൽ. ചോദ്യം 4. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ചോദ്യം 4. ഉത്തരം ഡി ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ചോദ്യം 5. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏത്? ചോദ്യം 5. ഉത്തരം ബി ആണ്, പ്ലേഗ് ബോണസ്. ചോദ്യം 6. തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? ചോദ്യം 6. ഉത്തരം ഡി ആണ്, 48 മണിക്കൂർ. ചോദ്യം 7. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏത്? ഉത്തരം സി ആണ്, വിദ്യാഭോഷണി. ചോദ്യം 8. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? ചോദ്യം 8. ഉത്തരം എ ആണ്, 140. ചോദ്യം 9. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ചോദ്യം 9. ഉത്തരം ഡി ആണ്, CP ഗോവിന്ദപിള്ള. ചോദ്യം 10. മാറമറിക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏത്? മാറമറിക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം. ചോദ്യം 10. ഉത്തരം ബി ആണ്, ചാന്നാർ ലഹള. ചോദ്യം 11. താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരിടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഉത്തരം സി ആണ്, തലയ്ക്കൽ ചന്തു. ചോദ്യം 12. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര? ഉത്തരം എ ആണ്, 250 രൂപ. ചോദ്യം 13. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആര്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? ഉത്തരം സി ആണ്, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ചോദ്യം 14. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണപ്പെട്ട ദേശസ്നേഹി ആര്? ഉത്തരം എ ആണ്, ലാലാ ലജപത് റായ്. ചോദ്യം 15. താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? താഴെ പറയുന്നവയിൽ ആരെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കുവാൻ കഴിയുക? ചോദ്യം 15. ഉത്തരം ഡി ആണ്, രാഷ്ട്രപതിയെ. ചോദ്യം 16. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഉത്തരം എ ആണ്, ലാഹോർ. ചോദ്യം 17. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ബി ആണ്, 86ാമത്തെ. ചോദ്യം 18. താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ബി ആണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ചോദ്യം 19. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം എ ആണ്, 1, 2 ശരിയാണ്. ചോദ്യം 20. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഉത്തരം ഡി ആണ്, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. ചോദ്യം 21. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ചോദ്യം 21. ഉത്തരം ഡി ആണ്, ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, അതായത് നബാർഡ്. ചോദ്യം 22. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ചോദ്യം 22. ഉത്തരം എ ആണ്, ഗാട്ട്, GAAT.
ചോദ്യം 23. അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്. ചോദ്യം 23. ഉത്തരം സി ആണ്, ഫക്രുദ്ദീൻ ആലി അഹമ്മദ്. ചോദ്യം 24. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ചോദ്യം 24. ഉത്തരം ബി ആണ്, അമേരിക്ക. ചോദ്യം 25. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ചോദ്യം 25. ഉത്തരം ബി ആണ്, ഡെറാഡൂൺ. ചോദ്യം 26. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ എവിടെ? ചോദ്യം 26. ഉത്തരം ബി ആണ്, പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. ചോദ്യം 27. ഇന്ത്യയിലാദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം ഏത്? ചോദ്യം 27. ഉത്തരം ഡി ആണ്, കുറിഞ്ഞിമല. ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 28. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏത്? ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. ഉത്തരം ബി ആണ്, മേടമാസം. ചോദ്യം 29. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം എ ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. ചോദ്യം 30. കോട്ടോണോപോളിസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏത്? ചോദ്യം 30. കോട്ടോണോപോളിസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. ഉത്തരം സി ആണ്, മുംബൈ. ചോദ്യം 31. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത്? ചോദ്യം 31. ഉത്തരം ബി ആണ്, കല്ലടയാർ. ചോദ്യം 32. മലനാട് ഇല്ലാത്ത ജില്ല ഏത്? മലനാട് ഇല്ലാത്ത ജില്ല. ഉത്തരം സി ആണ്, ആലപ്പുഴ. ചോദ്യം 33. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 33. ഉത്തരം എ ആണ്, 2235 ചതുരശ്ര കിലോമീറ്റർ. ചോദ്യം 34. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏത്? ഉത്തരം ഡി ആണ്, NH 544. ദേശീയ ചുരമാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 544. ചോദ്യം 35. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ചോദ്യം 35. ഉത്തരം സി ആണ്, അഫ്ഗാനിസ്ഥാൻ. ചോദ്യം 36. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ചോദ്യം 36. ഉത്തരം ബി ആണ്, കൽബൈശാഖി. ചോദ്യം 37. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏത്? 37. ഉത്തരം സി ആണ്, പൂക്കോട്ട് തടാകം. ചോദ്യം 38. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹത്തിൻ്റെ പേര്? ചോദ്യം 38. ഉത്തരം എ ആണ്, ജസ്പ. ചോദ്യം 39. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? ചോദ്യം 39. ഉത്തരം ഡി ആണ്, വി അബ്ദുറഹ്മാൻ. ചോദ്യം 40. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഉത്തരം എ ആണ്, ഗോദാവരി. ചോദ്യം 41. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഉള്ളത്? ഉത്തരം ബി ആണ്, 12%. ചോദ്യം 42. ചണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഏത്? ഉത്തരം സി ആണ്, ഇന്ത്യ. ചോദ്യം 43. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? ചോദ്യം 43. അതിൻ്റെ ഉത്തരം എ ആണ്, സ്വരാജ് ട്രോഫി. ചോദ്യം 44. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടുപിടിക്കുക. ചോദ്യം 44. ഉത്തരം ഡി ആണ്, 1, 4 ആണ് ശരി. ചോദ്യം 45. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? ചോദ്യം 45. ഉത്തരം ബി ആണ്, 1, 2, 3 ആണ് ഉചിതമായത്. ചോദ്യം 46. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ചോദ്യം 46. ഉത്തരം ഡി ആണ്, ഇസ്രായേൽ. ചോദ്യം 47. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഉത്തരം സി ആണ്, ഇംഗ്ലണ്ട്. ചോദ്യം 48. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്
ഡാഷാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ചോദ്യം 48. ഉത്തരം ഡി ആണ്. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയാംഗങ്ങൾ, 7 ഡ്രിംഡ് അംഗങ്ങൾ. ചോദ്യം 49. ആരുടെ നോവലാണ് വല്ലി? ആരുടെ നോവലാണ് വല്ലി? ഉത്തരം 49ൻ്റെ ഉത്തരം ഡി ആണ്, ഷീല ടോമി. ചോദ്യം 50. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഉത്തരം ബി ആണ്, കാട്ടിൽ മേക്കേതിൽ. ചോദ്യം 51. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം ഡി ആണ്, കർണാടക. ചോദ്യം 52. ശരിയായത് കണ്ടെത്തുക. ചോദ്യം 52. ഉത്തരം ബി ആണ്, 1, 3, 4. ഇതാണ് ശരി. ചോദ്യം 53. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം. ഉത്തരം ബി ആണ്, മാങ്ങ. ചോദ്യം 54. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവിവർഗം ഏത്? ചോദ്യം 54. ഉത്തരം എ ആണ്, മാംസഭുക്ക്. ചോദ്യം 55. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ചോദ്യം 55. ഉത്തരം ഡി ആണ്, ജീവകം ഡി. ചോദ്യം 56. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല്. ഉത്തരം സി ആണ്, ചാർവർണകം. ചോദ്യം 57. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏത്? ചോദ്യം വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്. ചോദ്യം 57 ആണ്. ഉത്തരം ബി ആണ്, ഇരവിക്കുളം. ചോദ്യം 58. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽപ്പെടാത്ത ജീവകം ഏത്? ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽപ്പെടാത്ത ജീവകം ഏത്? ചോദ്യം 58. ഉത്തരം എ ആണ്, ടോക്കോഫെറോൾ. ചോദ്യം 59. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ചോദ്യം 59. ഉത്തരം ഡി ആണ്, മണ്ണിൻ്റെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ചോദ്യം 60. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ചോദ്യം 60. ഉത്തരം ബി ആണ്, വെളുപ്പായിരിക്കും. ചോദ്യം 61. നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് ഡാഷ്. ചോദ്യം 61. ഉത്തരം എ ആണ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ചോദ്യം 62. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ചോദ്യം 62. ഉത്തരം ഡി ആണ്, 5. ചോദ്യം 63. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ചോദ്യം 63. ഉത്തരം സി ആണ്, 1, 2 മാത്രമാണ് ശരി. ചോദ്യം 64. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ചോദ്യം 64. ഉത്തരം ബി ആണ്, 1ഉം 2ഉമാണ് ശരിയായത്. ചോദ്യം 65. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആര്? ചോദ്യം 65. ഉത്തരം സി ആണ്, വാലി ഫങ്ക്. ചോദ്യം 66. ഗാനിമിഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ചോദ്യം 66. ഉത്തരം എ ആണ്, വ്യാഴത്തിൻ്റെ. ചോദ്യം 67. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകിൻ്റെ പേര്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? ചോദ്യം 67. ഉത്തരം എ ആണ്, പെൻ എഡീഡ്. ചോദ്യം 68. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ചോദ്യം 68. ഉത്തരം സി ആണ്, AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ്. ചോദ്യം 69. മുറിവിൽ നിന്നും അധിക
രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ചോദ്യം 69. ഉത്തരം ബി ആണ്, വിറ്റാമിൻ കെ. ചോദ്യം 70. NACO നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ചോദ്യം 70. ഉത്തരം ബി ആണ്, എയ്ഡ്സ്. ചോദ്യം 71. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏത്? 71. ഉത്തരം സി ആണ്, കോളറ. ചോദ്യം 73. ചോദ്യം 72. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ചോദ്യം 72. ഉത്തരം ഡി ആണ്, കോർണിയ. ചോദ്യം 73. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഏത്? ചോദ്യം 73. ഉത്തരം ഡി ആണ്, മുകളിൽ കൊടുത്തതല്ല. ചോദ്യം 74. അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ചോദ്യം 74. ഉത്തരം ബി ആണ്, അർബുദം. ചോദ്യം 75. വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ചോദ്യം 75. ഉത്തരം ബി ആണ്, ഇരുമ്പിൻ്റെ. ചോദ്യം 76. കേരളത്തിൽ സാന്ത്വന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത്? ചോദ്യം 76. ഉത്തരം ഡി ആണ്, 2008 പാലിയേറ്റീവ് കെയർ പോളിസി നിലവിൽ വന്നത്. 2008. ചോദ്യം 77. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏത്? ചോദ്യം 77. ഉത്തരം എ ആണ്, വിറ്റാമിൻ എയുടെ കുറവ്. ചോദ്യം 78. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത്? ചോദ്യം 78. ഉത്തരം ബി ആണ്, മെഡിക്കൽ കോളേജ് ആശുപത്രി. ചോദ്യം 79. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ചോദ്യം 79. ഉത്തരം സി ആണ്, കേരളം. ചോദ്യം 80. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം, അതായത് BMI എത്ര? ചോദ്യം 80. ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 81. ചോദ്യം 81ൻ്റെ ഉത്തരം എ ആണ്, 30. ചോദ്യം 82. ഉത്തരം എ ആണ്, 1000. ചോദ്യം 83. ചോദ്യം 83ൻ്റെ ഉത്തരവും ബി ആണ്. ചോദ്യം 84. 2.5 ഇൻറ്റു 2.5 സമം. ചോദ്യം 84. ഉത്തരം സി ആണ്, 6.25. ചോദ്യം 85. ചോദ്യം 85ൻ്റെ ഉത്തരവും സി ആണ്, 67. ചോദ്യം 86. 1.6 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? ചോദ്യം 86. ഉത്തരം സി ആണ്, 1 മൈൽ. ചോദ്യം 87. 1.75ൻ്റെ ഭിന്നസംഖ്യ രൂപം എഴുതുക. ചോദ്യം 87. ഉത്തരം എ ആണ്, 7/4. ചോദ്യം 88. 80% ഡാഷ് ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ്? ഉത്തരം എ ആണ്, 4/5. ചോദ്യം 89. ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? ചോദ്യം 89. ഉത്തരം ചോദ്യം 89ൻ്റെ ഉത്തരം ഡി ആണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 900 ആപ്പിൾ ഉണ്ടായിരുന്നു. ചോദ്യം 90. 200ൻ്റെ 20% എത്ര? 200ൻ്റെ 20% എത്ര? ഉത്തരം സി ആണ്, 40. ചോദ്യം 91. വ്യക്തമായത് എഴുതുക. ചോദ്യം 91. ഉത്തരം സി ആണ്, 3. ചോദ്യം 92. ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നു. ആ കോഡ് ഭാഷയിൽ കാസർഗോഡ് എന്നുള്ളത് എങ്ങനെ എഴുതാം? ചോദ്യം 92. ഉത്തരം എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 93. 15 ഡാഷ് 66 280 വിട്ടുപോയത് പൂരിപ്പിക്കുക. ചോദ്യം 93. ഉത്തരം ബി ആണ്,
18. ചോദ്യം 94. ABCCDE ഡാഷ് GHI വിട്ടുപോയത് പൂരിപ്പിക്കുക. 94. ഉത്തരം എ ആണ്. EFG. ചോദ്യം 95. ലഘൂകരിക്കുക. ചോദ്യം 95ൻ്റെ ഉത്തരം ബി ആണ്. 5 ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 96. DEHL വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ചോദ്യം 96. ഉത്തരം എ ആണ്. പി. ചോദ്യം 97. ഡോർ, വുഡ്, ഹൗസ് അടുത്തത് പൂരിപ്പിക്കുക. ചോദ്യം 97. ഉത്തരം ഡി ആണ്. സിമൻറ്റ്. ചോദ്യം 98. വ്യത്യസ്തമായത് കണ്ടെത്തുക. ചോദ്യം 98. ഉത്തരം എ ആണ്. 88 ആണ് വ്യത്യസ്തമായത്. ചോദ്യം 99. 12, 14, 16 ഡാഷ് വിട്ടുപോയത് പൂരിപ്പിക്കുക. ചോദ്യം 99. ഉത്തരം സി ആണ്. 18. ചോദ്യം 100. -12 നിന്നും -10 കുറയ്ക്കുക. ചോദ്യം 100. അതിൻ്റെ ഉത്തരം സി ആണ്. -2. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.